നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹംസ ചുങ്കത്തറ. പ്രധാന വാർത്തകൾ. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോരങ്ങളിൽ കയ്യേറ്റം വ്യാപകമാവുന്നു. കാളികാവിൽ അഴുക്കുചാൽ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വ്യാപക കയ്യേറ്റം കണ്ടെത്തിയത്. മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. ചോക്കാട് 40 സെന്റിലും ഉദിരംപൊയിലും കരുവാരക്കുണ്ട് കരിങ്കത്തോണിയിലും വീണ്ടും കാട്ടാനയിറങ്ങി. തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വൃന്ദാവൻ എസ്റ്റേറ്റ് അധികൃതർ എത്തിയില്ല. അമരമ്പലം പഞ്ചായത്തിലെ വൃന്ദാവൻ എസ്റ്റേറ്റിൽ തൊഴിലാളി സംഘടനകൾ സമരം ശക്തമാക്കുന്നു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ അഴുക്കുചാൽ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് നടത്തിയ സർവേയിൽ കയ്യേറ്റം കണ്ടെത്തി. റോഡരികിലേക്ക് ചേർത്തല്ല അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നാരോപിച്ച് കാളികാവ് ജംഗ്ഷനിലാണ് പ്രവൃത്തി തടഞ്ഞത്. റോഡരികിലേക്ക് ചേർത്തല്ല അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നാരോപിച്ച് കാളികാവ് ജംഗ്ഷനിൽ ഖുമൈനി ആർട്സ് ആൻഡ് സ്പോർട്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അഴുക്കുചാൽ നിർമ്മാണം തടഞ്ഞിരുന്നു. റോഡിനോട് ചേർത്ത് അഴുക്കുചാൽ പണിതാൽ വീണ്ടും വീതി ഇല്ലാതാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ വീതി അളന്ന് തിട്ടപ്പെടുത്തി മാത്രമേ അഴുക്കുചാൽ പണിയാൻ പാടുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് സർവേ നടത്തിയത്. നിലമ്പൂർ താലൂക്ക് സർവേയർ പി ബാബു, അഡീഷണൽ സർവേയർ CB കുമാരൻ, കാളികാവ് വില്ലേജ് ഓഫീസർ KC ശശിഭൂഷൺ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ A അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സർവേ നടത്തുന്നത്. സർവേ നടത്തുന്നതിനിടെ ചില കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന പാതയുടെ വീതി പല സ്ഥലങ്ങളിലും വിഭിന്നമാണെന്ന് സർവേയർമാർ പറഞ്ഞു. കാളികാവ് ജംഗ്ഷനിൽ കാൽനടയാത്രക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത അത്ര വീതി കുറവാണ്. അഴുക്കുചാൽ ഇല്ലാത്തതിനാൽ മഴ പെയ്താൽ സംസ്ഥാന പാതയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയും ഗതാഗത തടസ്സമുണ്ടാകുകയും ചെയ്യാറുണ്ട്. സന്ധ്യയായതിനാൽ തിങ്കളാഴ്ച നടത്തിയ സർവേ പൂർത്തിയായില്ല. അടുത്ത ദിവസം തന്നെ സർവേ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് സർവേയർ പറഞ്ഞത്. സർവേ നടപടികൾ വൈകരുതെന്നും അഴുക്കുചാൽ നിർമ്മാണം ഇതുമൂലം തടസ്സപ്പെടരുതെന്നും നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാരുടെ ഇടപെടൽ മൂലം റോഡ് വീതി കുറയുന്നത് ഇല്ലാതാകും. സംസ്ഥാന പാതയിൽ നിന്നും മേലെ കാളികാവ് റോഡും മുമ്പുണ്ടായിരുന്ന വീതിയിൽ നിന്നും കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. മേലെ കാളികാവ് റോഡിലെയും കയ്യേറ്റങ്ങൾ കണ്ടെത്തണമെന്ന് നാട്ടുകാർ പറഞ്ഞു. CPM വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞാൻ മാസ്റ്റർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കരുവാരക്കുണ്ടിൽ നിന്നും പാർട്ടി വിട്ടവർ രംഗത്തെത്തി. P. കുഞ്ഞാപ്പ് ഹാജിയുടെ നേതൃത്വത്തിലുള്ളവരാണ് വാർത്താസമ്മേളനത്തിൽ CPMനെതിരെ രംഗത്തെത്തിയത്. പാർട്ടി തീരുമാനത്തിൽ വ്യതിചലിച്ചതിൽ ആദ്യം CPM ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞാൻ മാസ്റ്റർക്കെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നുവെന്നും കട്ടവനെ കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ തന്നെ ശത്രുവാക്കി മുദ്രകുത്തിയെന്നും P. കുഞ്ഞാപ്പ് ഹാജി പറഞ്ഞു. കരുവാരക്കുണ്ട് CPM ലോക്കൽ കമ്മിറ്റിയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPIയിൽ ചേർന്നതായി പ്രഖ്യാപിച്ച വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മലയോര മേഖലയിൽ പാർട്ടിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് പ്രവർത്തിച്ച പ്രമുഖരായിരുന്നു കുഞ്ഞാപ്പു ഹാജി. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് അംഗവും റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുകയും ദീർഘകാലമായി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ പോലീസുകാരനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയായ DYFI പ്രവർത്തകനെ പോലീസ് പിടികൂടി മേലാറ്റൂർ സ്റ്റേഷനിലെത്തിച്ചപ്പോൾ സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയായ DYFI പ്രവർത്തകനെ മോചിപ്പിക്കാൻ DYFI പ്രവർത്തകരോടൊപ്പം മുൻനിരയിലുണ്ടായിരുന്നത് കുഞ്ഞാപ്പ് ഹാജിയായിരുന്നു. ഇതിന്റെ പേരിൽ ഒരാഴ്ചയോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ UDFന്റെ ഒരു റിബൽ സ്ഥാനമാണ്. അത് കേരള കോൺഗ്രസിന്റെ ജേക്കബ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ജില്ലാ പ്രസിഡന്റ്. അയാൾ വന്നിട്ട് അവിടെ സംസാരിക്കുകയും അതിന് ശേഷം പാർട്ടിയുടെ അറിയപ്പെടുന്ന ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹവുമായി സംസാരിച്ച് അവിഹിതമായി പണം എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും അദ്ദേഹത്തിന് ഒരു വോട്ട് കച്ചവടം നടത്തി എന്നത് സത്യമാണ്. അത് ലോക്കൽ കമ്മിറ്റി കൂടുകയോ CPMന്റെ മറ്റ് ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ അറിയുകയോ ചെയ്യാതെ 2 or 3 വ്യക്തികൾ ചെയ്തതാണ്. ഇത് ശക്തമായിട്ട് CPMന്റെ ലോക്കൽ കമ്മിറ്റിയിൽ വിമർശനം നടത്തിയതാണ്. ഞാനും വിശ്വംടിയാക്കുകയും മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും ആ പാർട്ടി നിൽക്കുന്നുണ്ട്. എങ്കിലും അത് വിമർശനം നടത്തി അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ അവരുടെ ഒരു ശത്രുവായി മാറി. സ്കട്ടു എന്ന് പറയുന്നതിൻ്റെ നേരെ തിരികെയും കള്ളനെ രക്ഷിക്കുന്നതിനും അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് CPMന്റെ പാർട്ടി നയങ്ങൾക്ക് വ്യതിചലിച്ചത് ഇന്ന് നടപടിയെടുക്കുകയാണെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കുഞ്ഞാ മാസ്റ്റർ CPMന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റി മെമ്പറില്ല. കാരണം പഞ്ചായത്തിൽ എടുക്കേണ്ട തീരുമാനം ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ച് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതെ അതിന് വിരുദ്ധമായി പഞ്ചായത്ത് ഭരണസമിതിക്ക് അനുകൂലമായി വന്നതിന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വേദന നടപടിയാണ്.
കടുത്ത VS പക്ഷക്കാരനായ കുഞ്ഞാപ്പു ഹാജി VSന് സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ നടത്തിയ പ്രകടനത്തിന് ഇദ്ദേഹമായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. കരുവാരക്കുണ്ട് ലോക്കൽ കമ്മിറ്റിയിലെ ചില മുതിർന്ന നേതാക്കളെ കളിപ്പാവകളാക്കിയെന്നും ഇദ്ദേഹം ആരോപിച്ചു. കള്ളനെ ചൂണ്ടിക്കാണിക്കുന്നവൻ കള്ളനായ അവസ്ഥയായിരുന്നു തനിക്ക് അനുഭവപ്പെട്ടത്. പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ നടപടി എടുക്കണമെങ്കിൽ ആദ്യം ഏരിയ കമ്മിറ്റി അംഗമായ കുഞ്ഞാൻ മാസ്റ്റർക്കെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നുവെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി. കരുവാരക്കുണ്ട് CPI ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPI വണ്ടൂർ മണ്ഡലം കമ്മിറ്റി മെമ്പർ MK കബീർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിച്ചു, EP വിനോദ്, P ഹുസ്സൻകുട്ടി, MK അലി, OP ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് പറയൻമേട്ടിൽ തമ്പടിച്ച ആനക്കൂട്ടം അന്നം തേടി വീണ്ടും നാട്ടിലിറങ്ങി. തിങ്കളാഴ്ച രാത്രിയാണ് പറയൻമേടിനും വട്ടമലയ്ക്കും താഴെ ജനവാസ കേന്ദ്രമായ കരിങ്കത്തോണിയിൽ ആനക്കൂട്ടം ഇറങ്ങിയത്. ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് എന്താണോ, ഈ വന്യമൃഗങ്ങളോട് വന്നിട്ട് മാസങ്ങൾ കുറയായി. ഇതുവരെ ഒരു അധികൃതർ പോലും ഇതിന് സത്വര നടപടിയെടുക്കാനോ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഞങ്ങളുടെ വിഷമം അറിയാനോ ഈ അധികാരി വർഗങ്ങൾ ആരും തന്നെ രംഗത്തേക്ക് വരാത്ത ഞങ്ങൾക്ക് അങ്ങേയറ്റ വിഷമമുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ടാപ്പിങ്ങാരൊക്കെ 6 മാസത്തിൽ പറയായി പട്ടിണിയിലാണ്. അതിനൊരു പരിഹാരം ആരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടില്ല. ഇത് ചെറുതല്ല എന്ന് ഈ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. പിന്നുള്ളത് ഈ ആദിവാസികളുടെ ഈ പ്രശ്നം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വില്ലേജ്, ഗ്രാമസേവകൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, അധികാരികളടക്കം വന്നിട്ട് അതിന് പെട്ടെന്ന് അതിൻ്റെ വീടുകളും മറ്റു കാര്യങ്ങളും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതുവരെ അതിൻ്റെ യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇത് വളരെ ഒരു ഖേദകരമാണ്. അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ തുരത്തി ഓടിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നമുക്കെല്ലാവർക്കും ഓലപ്പടക്കോ അല്ലെങ്കിൽ മറ്റ് വേറെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് അതും തന്നെ പഞ്ചായത്ത് അധികൃതർ ഇതുപോലെ നമ്മൾ 10,000 രൂപ തരാൻ ഇതുവരെ തന്നെ ഒരു തന്നിട്ടില്ല. 3 മാസത്തിലേറെയായി പറയൻമേട്ടിൽ തമ്പടിച്ച ആനക്കൂട്ടം മലവാരത്തിൽ നിന്ന് ഭക്ഷണം കിട്ടാതെയായതോടെയാണ് താഴേക്ക് നീങ്ങിയിട്ടുള്ളതെന്നാണ് മലയോര കർഷകർ പറയുന്നത്. വാഴ, തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നിവയാണ് ആനകൾ ഭക്ഷിക്കുന്നത്. പറയൻമേട്ടിൽ കുലച്ച വാഴകൾ ആനക്കൂട്ടം നിരത്തിയ സ്ഥിതിയിലാണ്. ഇന്നലെ രാത്രി വരെ കരിങ്കൽത്താണിയിൽ നിന്നും എത്തിയ ആനക്കൂട്ടം ഇന്ന് പകൽ 10 മണിവരെ പറയൻമേടിന്റെ താഴ്ന്ന ഭാഗത്തു തന്നെ നിൽക്കുകയായിരുന്നു. 20ഓളം വരുന്ന ആനകൾ 3 കൂട്ടങ്ങളായി തിരിഞ്ഞാണ് മലവാരത്തിന് താഴേക്കിറങ്ങിയത്. കൃഷിയിടം വിട്ട് ആനക്കൂട്ടം എത്തിയതോടെ ജനം പരിഭ്രാന്തരായിട്ടുണ്ട്. പറയൻമേടിന്റെ താഴ്വനത്തിനുള്ളിൽ തൂമുള്ളിയിൽ ആന്റണി എന്ന റോയിയുടെ കൃഷിയിടത്തിലേക്ക് ആനക്കൂട്ടം വൻതോതിൽ നാശമാണ് വിതച്ചത്. റബ്ബർ തൈകൾക്കിടയിൽ ഇടവിളയായി നട്ട 1000ഓളം വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. കുലച്ചുടങ്ങിയ വാഴകൾ നശിപ്പിച്ചത് കർഷകന് കനത്ത നഷ്ടമാണ് വരുത്തിയത്. കാമുണ്ട മമ്മു, കാരക്കുളവൻ അബുട്ടി ഹാജി, വട്ടപ്പറമ്പിൽ നസീം, കൊറ്റൻകോഴൻ ഖദീജ, കാവുംപുറത്ത് ലക്ഷ്മി, കക്കറ ബാലൻ, മുണ്ടേൻപറ്റ മൻസൂർ, TP ശിവദാസൻ, TP വാസു, മേലേതിൽ നാണി, BP അയൂബ്, പള്ളിക്കുന്ന് കൃഷ്ണൻ, KP ഹംസ, PK ജാഫർ, OP ഇബ്രാഹിം, തെക്കേടത്ത് അബ്ദുറ, കിഴക്കേക്കുറ്റ് ജോണി എന്നിവരുടെ വാഴ, കവുങ്ങ്, റബ്ബർ എന്നിവയാണ് നശിപ്പിച്ചത്. വനാതിർത്തി വിട്ട ആനക്കൂട്ടത്തെ തിരിച്ചയക്കാൻ മലയോര കർഷകരും പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും ഫലം കാണാനാവാത്ത അവസ്ഥയിലാണുള്ളത്. കരുവാരക്കുണ്ട് പറയൻമേട്ടിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗം ആനക്കൂട്ടം വളഞ്ഞു. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്നവർക്ക് കോളനിയിലെ മാധവൻ കാവലിരിക്കുകയാണ്. മാധവൻ ഉറക്കമൊഴിച്ചിരിക്കാൻ തുടങ്ങിയതോടെ ആദിവാസികളുടെ വരുമാന മാർഗവും കൂടി തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കെട്ടിയുണ്ടാക്കിയ കുടിലാണ് ഇവരുടെ താമസം. ഭക്ഷണം പാകം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനത്തിനുള്ളിലാണ് ചെയ്യുന്നത്. സൗജന്യ റേഷനായി ലഭിക്കുന്ന അരിയാണ് കോളനിക്കാർക്ക് ഭക്ഷണത്തിന് ആശ്രയം. മലവാരത്തിന് താഴെയുള്ള പണികൾ ചെയ്താണ് മാധവനും ഭാര്യ തുളസിയും ആദിവാസികളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തിയിരുന്നത്. ആനശല്യം രൂക്ഷമായതോടെ മാധവൻ രാത്രി മുഴുവനും മുതിർന്നവർക്കും കുട്ടികൾക്കും കാവലിരിക്കുകയാണ്. വൈദ്യുതി എത്താത്ത മലമുകളിൽ തീ കൂട്ടിയിട്ടാണ് ആദിവാസികൾ രക്ഷയൊരുക്കുന്നത്. തുളസി പകൽ വിറക് ശേഖരിക്കുകയും ചെയ്യും. തീയും വകവയ്ക്കാതെ ആനക്കൂട്ടം ആദിവാസക്കൂരെയും മറികടന്നാണ് മലവാരത്തിന് താഴെ എത്തിയിട്ടുള്ളത്. മലവാരത്തിന് താഴെ ആനക്കൂട്ടം തമ്പടിച്ചതോടെ ആദിവാസികളുടെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്നുവെന്നാണ് മലയോര കർഷകർ പറയുന്നത്. രാത്രി മുഴുവനും കാവലിരിക്കുന്ന മാധവൻ പകലുറങ്ങുമ്പോൾ ഭാര്യ തുളസി കുടിലിന് പുറത്ത് കാവലിരിക്കുകയാണ് ചെയ്യുന്നത്. മാധവന്റെ വൃദ്ധരായ അച്ഛനും അമ്മയും എല്ലാവർക്കും ചോറുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കാട്ടുദൈവങ്ങളുടെ കനിവ് കൊണ്ട് മാത്രമാണ് ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നു എന്ന വിശ്വാസത്തിലാണ് ഈ കാടിന്റെ മക്കൾ. ഇനി ഇടവേള.